إن ابتعد غارة الأرحام وابتعدت ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ നമ്മളോടായി വിളിച്ചു പറയുകയാണ്, ഓ നിങ്ങളുടെ കുടുംബക്കാർ മുഴുവനും നിങ്ങളെ വിദൂരത്താക്കി നിങ്ങളെ ഇട്ടേച്ചു പോയാലും, നിങ്ങൾക്ക് അവരെ ഒരു തരത്തിലുള്ള സുഹൃതങ്ങളും ചെയ്യാൻ വരാത്തവരായി മാറിയാലും, നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോ വിളിപ്പുറത്ത് വരാത്തവർ നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ അനുജൻ, നിങ്ങളുടെ ജ്യേഷ്ഠൻ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, ഇങ്ങനെ നിങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും അടുത്ത കുടുംബക്കാർ വരെ നിങ്ങളെ അകത്തിനെ നിർത്തിക്കൊണ്ട് നിങ്ങളിൽ നിന്നും വിദൂരത്തേക്ക് കടന്നുപോയാലും അവരുടെ സഹായങ്ങൾ നിങ്ങളിലേക്ക് ഉടനെ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും തന്നെ ബേജാറാകേണ്ട. അല്ലാഹുവിന്റെ സഹായം നിങ്ങളിലേക്ക് ഉടനെ വരാറുണ്ടെങ്കിൽ, ഓ മനുഷ്യരെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇട്ടേച്ചു പോയാലും, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാലും, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ചാലും, അവർ നിങ്ങളുടെ ആപത്തിൽ നിങ്ങളെ കൈപിടിക്കാൻ വന്നില്ലെങ്കിലും അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമേ. ശേഷം അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, അല്ലാഹുവിന്റെ സഹായമേ, നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ എവിടെ പോയാലും അവിടെ മഹാനവറിന്റെ ഈ ഒരു ബൈത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു, എന്നുള്ളത് അത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച്, ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന സഹായത്തെ സംബന്ധിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഒരു മനുഷ്യൻ എവിടെ എങ്ങനെ ഏത് രൂപത്തിൽ അവന് പ്രതിസന്ധി വന്നാലും അവിടുന്ന് അവൻ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണോ, ഔലിയാക്കളുമായി ബന്ധം പുലർത്തുന്നവരാണോ, അവന് അവരുടെ സഹായം ഉണ്ടാകുമേ തീർച്ച. ഇത് പറയുന്ന സമയത്ത് ചില ആളുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ വളരെയധികം പ്രചരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഖുതുബിയത്ത് വരുമ്പോ, ജിലാനി ദിനം വരുമ്പോ, അതുപോലെ നബിദിനം വരുമ്പോ അവർ പറയും, എന്തിനാണ് ഈ നബിദിനം കഴിക്കുന്നത്, എന്തിനാണ് ഈ ഖുതുബിയത്ത് നടത്തുന്നത്, ആർക്ക് വേണ്ടിയാ, ഈ സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടിയാണോ? കഴിഞ്ഞ ദിവസം ഒരു വ്യക്തത കാണാനിടയായി, വളരെയധികം സന്തോഷം തോന്നി. എന്താണ്, ഒരു കാലഘട്ടത്തിൽ ജിലാനി തങ്ങളെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെയും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെയും തത്വസംഹിതകളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചു വന്ന ഏതോ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞിരുന്നവർ ഇന്നലെ ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങളെ മുഴുവനും നവോത്ഥാനത്തിലേക്ക് നയിച്ചിരുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അത്യുന്നതിയിലുള്ള നേതാവായിരുന്നു അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് അവർ തിരുത്തി മാറ്റി എഴുതിയിരിക്കുന്നു. ഈ അബ്ദുൽ ഖാദിറിന്റെ ഖുതുബിയത്തിന് കൊള്ളുന്നു എന്ന് പറഞ്ഞായിരുന്നു അവരുടെ ആ ലേഖനം ഉണ്ടായിരുന്നത്. അതിന്റെ പൂർവസ്ഥിതിയിലേക്ക് പോകുന്നില്ല, എങ്കിലും പറഞ്ഞത് അവർ പണ്ട് അംഗീകരിക്കാതിരുന്ന ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ ഇന്ന് അവർ അംഗീകരിക്കുന്ന തലത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നതാണ് പറഞ്ഞത്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെയും എവിടെയാണ് അവര് പറയും, മരിച്ചുപോയ മനുഷ്യരല്ലേ, ഈ മരിച്ചുപോയ മനുഷ്യരെ നിങ്ങൾ എന്തിനാണ് വിളിച്ചുകൊണ്ട് തേടുന്നത്? ഇന്ന് നമ്മുടെ ഇടയിലും നമുക്കും നമ്മുടെ ചില ആളുകളും ഖുതുബിയത്തിന്റെ മജ്‌ലിസിന്റെ കാര്യം പറയുമ്പോ ഇറവറാങ്കുഴി പള്ളിയിലോ അഞ്ചലോ ഏരൂരോ എന്തിനാണ് അവർ ഈ ഖുതുബിയത്ത് നടത്തുന്നത്? മരിച്ചുപോയ ആളുകളെ വിളിച്ച് തേടുകയാണോ? ഓ
ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മൾ നടത്തുന്ന ഈ ഒരു ഇസ്തിഗാസക്ക് എന്താണ് തെളിവ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു തെളിവുമില്ലാതെ നടക്കുന്ന ചില ആളുകളുണ്ട്. അവരോടായെന്ന് പറയട്ടെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇസ്റാ മിഅ്റാജ് നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തന്നില്ലേ? ആ ഇസ്റാ മിഅ്റാജിന്റെ ചരിത്രത്തിൽ എത്രയോ അമ്പിയാക്കൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്തിനേറെ നാം വളരെയധികം വിശാലമായി പോകേണ്ട, നാമൊക്കെയും നിസ്കരിക്കുന്ന നിസ്കാരം 5 വഖ്ത് നിസ്കാരം എങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഫർളാക്കപ്പെട്ടു വന്നത്? ഇസ്റാഇന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ മുനാജാത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മരിച്ച് മണ്ണടിഞ്ഞു പോയി എന്ന് ചില ആളുകൾ പറയുന്നവരിൽപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ വിശ്രമിക്കുന്നവർ, അതാ ഖബറിൽ കിടക്കുന്ന മഹാനാണ്. ആകാശ ലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, ഓ അല്ലയോ മുഹമ്മദ് എന്ന പ്രവാചകരെ, ഈ 50 വഖ്ത് നിസ്കാരവുമായി നിങ്ങൾ ഭൂമിയിലേക്ക് പോയാൽ അത് നിങ്ങളുടെ ഉമ്മത്തിന് താങ്ങാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് തിരിച്ചു മടങ്ങി ചെന്നുകൊണ്ട് ഈ 50 ചുരുക്കി തരണമെന്ന് പറയണം. വീണ്ടും പ്രവാചകൻ പോകുന്നു, 50 45 ആക്കുന്നു, 45 40 ആക്കുന്നു, അവസാനം അതിനെ 5 വഖ്താക്കുന്നു. വീണ്ടും അത് നിങ്ങളുടെ ഉമ്മത്തിന്റെ പ്രയാസമാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൂസാ നബിയെ, ഇനി എനിക്ക് എന്റെ റബ്ബിന്റെ അരികിലേക്ക് പോയിട്ട് ഇനി ഇതൊന്ന് മാറ്റിത്തരാൻ പറയാൻ എന്റെ ഹയാ എന്നെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ 5 വഖ്ത് നിസ്കാരം സമ്മാനമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ ആ ഇസ്റാ മിഅ്റാജിൽ ബൈത്തുൽ മുഖദ്ദസിലെ ഖബറിൽ കിടക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ സഹായിച്ചതെങ്കിൽ, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്തിഗാസ ഉണ്ടാവൂല, മരിച്ചവരോട് സഹായം തേടാൻ പറ്റൂല എന്ന് പറയുന്നത് എന്ത് ബാലിശമായ പറച്ചിലാ? ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ? അതാണ് ഹബീബിന്റെ റസൂൽ തന്നെ നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്തിഗാസ പഠിപ്പിച്ചു തന്നു. അവിടുന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ടു പോയാൽ, മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ നിങ്ങൾ കെട്ടിയ കെട്ടിൽ നിന്നും നിങ്ങളുടെ ഒട്ടകം കെട്ടഴിഞ്ഞെവിടെങ്കിലും പോയാൽ, അന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇന്ന് സഞ്ചരിക്കുന്ന ഓടിയും ബെൻസുമൊന്നുമില്ല, ഇന്നോവയും മറ്റുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് അന്നത്തെ മരുഭൂമിയിലെ വാഹനം ഒട്ടകമായതുകൊണ്ട് റസൂലുള്ളാഹ് സഹാബാക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ ഒട്ടകത്തെ, നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ വാഹനം നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു ഇബാദുർ റഹ്മാനിനെ നിങ്ങൾ സഹായത്തിന് വിളിക്കണേ, അവിടുന്ന് അല്ലാഹു തആല അവരെ കൊണ്ട് നിങ്ങളെ സഹായിക്കുമേ. ഇത് അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാ. ഉമർ ഹാജി ഉപ്പാപ്പ തൃശ്ശൂരിൽ കഴിഞ്ഞു പോയ വലിയ മഹാനാണ്. ദാരിമി ഉസ്താദ് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൊല്ലം ജില്ല, തെക്കൻ ജില്ലയിലേക്ക് വരുമ്പോ ദാരിമി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ ആളുകളുടെയും ഹൃദയത്തിലുള്ള ആ ആത്മീയ ചൈതന്യം അത് വല്ലാത്ത പവറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദർജ ഉയർത്തുമാറാകട്ടെ. അവിടുന്ന് വഫാത്തായി പോയ മാസം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ദാരിമി ഉസ്താദിന്റെ ഉപ്പയാണ് ഉമർ ഹാജി. ദാരിമി ഉസ്താദ് പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ ഉമർ ഹാജി പാപ്പയുടെ സ്മരണികയിലും വായിച്ച ഒരു സംഭവമുണ്ട്. എന്താണ് ആ സംഭവം? അവിടുന്ന് ഉമർ ഹാജി പാപ്പയുടെ ശിഷ്യനായിരുന്ന മുഹമ്മദ് മുസ്ലിയാർ എന്ന പേരുള്ള മനുഷ്യൻ, മുഹമ്മദ് മുസ്ലിയാർ കോറോത്ത് നാട്ടിൽ താമസിക്കുന്ന ഉമർ മുഹമ്മദ് മുസ്ലിയാർ
ഉമർ ഹാജി പാപ്പയുടെ അരികിലേക്ക് വന്ന ഒരു സംഭവം. അവിടുന്ന് ഉമർ ഹാജി പാപ്പ അടുത്ത് വന്ന സമയത്ത് ഈ മുഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഒരു സംശയം വരികയാണ്. എന്താണ്? കുത്തുബിയത്തിൽ ജിലാനി തങ്ങളെ വിളിച്ചാൽ ജിലാനി തങ്ങൾ കേൾക്കുമോ എന്നുള്ള വിഷയത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും വല്ലേ നീലത്തിനും എന്നെ വേണ്ടി ഫോർക്ക് വൈകൂടാതീരം ചെയ്യും ഞാനെന്നോ. ഇതിങ്ങനെ മഹാനവരുടെ മനസ്സിൽ ഒരു സംശയമായി തിരട്ടി വരികയാണ്. ഇങ്ങ് ഇളവറാങ്കുഴിയിൽ കുത്തുബിയത്ത് നടക്കുമ്പോൾ, ഇളവറാങ്കുഴിയിലെ കുത്തുബിയത്ത് മജ്‌ലിസിൽ നിന്ന് വിളിക്കുമ്പോൾ അവിടുന്ന് ജിലാനി തങ്ങൾ കേൾക്കുകയോ എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹദീസ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അവിടുന്ന് നമുക്ക് പിന്നെ ഒരു ഇഷ്കാലിന്റെയും ഒരു സംശയത്തിന്റെയും നിറവ് അതിലേക്ക് ഉദിക്കുന്നില്ല. എന്താണ്? അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. വിഷയത്തിലേക്ക് ഞാൻ വരാം. ആദ്യം ഔലിയാക്കളുടെ ഈ വിഷയം ഒന്ന് പറയട്ടെ. ഇവിടുന്ന് അല്ലാഹു പറയുകയാ, എന്റെ ഔലിയാക്കളോട്, എന്റെ ഇഷ്ടദാസന്മാരോട്, മൻ ആദലി വലിയൻ, എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരുടെ ജീവിതം അത് എങ്ങനെയായിരുന്നു? ആ ഒരു ജീവിതത്തിന്റെ ശൈലിയിലൂടെ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴാ അതാണ് ബഹുമാനപ്പെട്ട ശൈഖി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞത്, എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോ. ഔലിയാക്കളെ സംബന്ധിച്ച് ഇല്ലാവചനങ്ങൾ പറയുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഓരോ വിഷയങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് മഹാനവറുകൾ സൂചിപ്പിക്കുകയാ, ഞാൻ പറഞ്ഞതിനെയും എന്റേതാകുന്ന ഞാൻ അല്ലാഹുവിന്റെ ഏകരോടുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇല്ലാ വചനമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നവരെ, നിങ്ങൾ ഈ പറയുന്ന വചനങ്ങൾ മൊത്തവും നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഈമാൻ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന വിഷമാണത്. ഔലിയാക്കളോട് കളിച്ചാൽ അത് അവസാനം നമ്മൾ കുരുത്തക്കേടിന്റെ മഹാപാത്രങ്ങളായി മാറിപ്പോകുന്നതിന്റെ അതിനു വേണ്ടിയിട്ട് വേറെ നാം തേടിപ്പോകാണ്ടാത്ത രൂപത്തിലേക്ക് നമ്മളുടെ ജീവിതം ഈമാൻ ഇല്ലാതെയായി പോകുമെന്നത് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അബൂബക്കർ എന്ന് പറയുന്ന കുതുബിന്റെ മർത്തബയിലെത്തിയ വലിയ ഔലിയാക്കളുടെ പട്ടത്തിലുള്ള ഒരു മനുഷ്യൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ വലിയല്ലായെന്നും മഹാനവറുകളെ പരീക്ഷിക്കണമെന്നും അടിസ്ഥാനത്തിൽ അവിടുന്ന് എല്ലാ ഔലിയാക്കളുടെയും കീഴേ വരുന്ന സമയത്ത് അവിടുന്ന് ഈ മനുഷ്യൻ മാത്രം അഹങ്കാരത്തോടുകൂടി ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളെ എതിർത്ത സമയത്ത് അതിലൊരു ശൈഖാദല്ലെന്ന് ചൊന്നാരെ അവരെ വലിപ്പറ്റം നീക്കിച്ച് വെച്ചാരേ. പിന്നെ അയാൾക്ക് വലിയ എന്നുള്ള പട്ടമില്ല, അയാൾക്ക് കുതുബ് എന്ന പദവിയില്ല. അവിടുന്ന് അദ്ദേഹം വെറും ഒരു മനുഷ്യനായി മാറുകയാണ്. ഇതാണ് ഔലിയാക്കൾ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇബ്നു സഫയെ സംബന്ധിച്ച് പറഞ്ഞു. അവിടുന്ന് ഒരു മഹാനായ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി കടന്നുപോയപ്പോ അവിടുന്ന് ഒരൊറ്റ പാചകത്തിന്റെ പേരിൽ കുഫ്രിയത്ത് തലോടി അവസാനം കാഫിറായി ചത്തുപോകേണ്ടി വന്ന ഇബ്നു സഫ. ഇങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്തും എത്രയോ സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എന്റെ അനുഭവത്തിൽ 2 മനുഷ്യന്മാരെ എനിക്ക് പറയാൻ കഴിയും. എന്റെ നാട്ടിലുള്ളവരാണ്, പേര് ഞാൻ പറയൂല.
അയാൾ ഒരു തെറ്റും ചെയ്തില്ല. അയാൾ ഒരു സംഘത്തിന്റെ നേതാവായിരുന്നു. ആ സംഘത്തിന്റെ ഒരു മുസ്ലിം സംഘടനയുടേതാണ്. ആ സംഘടനയുടെ നേതാവായിരുന്ന സമയത്താണ് വലിയ ഔലിയാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം മുഹമ്മദ് അബൂബക്കർ CM മടവൂരിന്റെ പേര് വെച്ചുകൊണ്ട് അവിടുത്തെ മഹബത്തുള്ള ഒരു മനുഷ്യൻ ഒരു ബാനർ അടിക്കുകയും ആ ബാനറിൽ അയാൾ മറ്റൊരാളെ കൊണ്ട് കീറിക്കളയിപ്പിക്കുകയും ചെയ്തു. ഇതൊന്നും ഇവിടെ പ്രചരിപ്പിക്കേണ്ടതല്ല എന്ന് പറഞ്ഞു. അവസാനം അയാൾക്ക് എന്താണ് സംഭവിച്ചത്? ആ ഒരു വർഷം കഴിഞ്ഞു. അദ്ദേഹം മനസ്സുകൊണ്ടുപോലും അയാൾ ഉദ്ദേശിക്കാത്ത ഒരു കേസിൽ അയാൾ അകപ്പെടുകയും ആ കേസിൽ അയാളോടൊപ്പം ചുറ്റുമുണ്ടായിരുന്ന സകല ആളുകളും രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നും അയാൾ മാത്രം അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ആൾ നല്ല മനുഷ്യനാണ്, പക്ഷേ ചെറിയ നിമിഷത്തിലുള്ള ഒരു ഗുരുതരങ്ങളിൽ പറ്റിപ്പോയതാണ്. ഇതുപോലെ മറ്റൊരു മനുഷ്യൻ, അദ്ദേഹം പള്ളിയിലെ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. ആ കമ്മിറ്റി മെമ്പറിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ പേരിൽ ഒരു സംരംഭവുമായി മുന്നോട്ട് കടന്നു ചെന്നപ്പോ ഈ മനുഷ്യൻ, ആരാണത് പറയാൻ, എന്തിനാണ് ഈ മനുഷ്യന്റെ പേരെടുത്തുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന പേരിൽ എന്ന ടോക്കിൽ അയാൾ ആ ഒരു കാർഡ് വലിച്ചു കീറി കളയുകയും ആ സംരംഭത്തിന് എതിരായി വരികയും ചെയ്തപ്പോ അതാ പിറ്റത്തെ ആഴ്ചയിൽ അയാളെ പറ്റി കേൾക്കുന്ന വാർത്ത എന്താ? അയാൾ വളരെ രഹസ്യമായി കൊണ്ടു നടന്നിരുന്ന ഒരു തെറ്റ്, അത് ആരോ പരസ്യമായി കൊണ്ട് എന്താണ്, ഒരു ഭാര്യയുണ്ടായിരുന്ന മനുഷ്യൻ മറ്റൊരു ഭാര്യയുമായി ബന്ധം പുലർത്തുകയും കമ്മിറ്റി മെമ്പറാണ് ഈ മനുഷ്യൻ. അങ്ങനെ വളരെ മാന്യനായി കമ്മിറ്റിയിൽ വിലസിക്കൊണ്ടിരുന്ന സമയത്ത് അള്ളാന്റെ വലിയ തൊട്ട് കളിച്ചതിന്റെ നേരെ പിറ്റാഴ്ച വന്നപ്പോ ആ മനുഷ്യൻ വളരെ പരമരഹസ്യമായി കൊണ്ടു നടന്ന കാര്യം ആരോ ഒരാൾ അതാ പള്ളിയുടെ മതിലിലും അയാളുടെ വീട്ടിന്റെ മതിലിലും ഒക്കെയും കൊണ്ടുവന്ന് പോസ്റ്റർ എഴുതിയൊട്ടിക്കുകയാണ് ഈ ബന്ധത്തെ പറ്റി. അവസാനം ഈ പേര് അന്വേഷിച്ച് ബന്ധം തേടി പോകുമ്പോ ഇത് ശരിയായ കാര്യമാണ്. അവസാനം ഇയാളുടെ ആ ഒരു തലക്കനവും ഇദ്ദേഹത്തിന്റെ പദവിയും ഇദ്ദേഹത്തിന്റെ കുടുംബവും എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നുപോയി. നമ്മുടെ മുമ്പിലുള്ള നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ചില ആളുകളുടെ ജീവിതങ്ങൾ ആരെയും ഇല്ലാതാക്കാനോ ആരെയും താഴ്ത്തിക്കെട്ടാനോ പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാ. ചില വാക്കുകൾ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് അവസാനം അത് നമ്മുടെ തന്നെ കുഴി തോണ്ടുന്നതിന് കാരണമാകുമെന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക എന്നതിലേക്ക് മാത്രം ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരുടെ മദദും വൃത്തവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെങ്ങനെയാണ് അതിലേക്ക് വന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചുകൊണ്ട് വന്നാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയോ വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറതു അലൈഹി. എന്റെ ഒരു അടിമ എന്നോട് അവൻ അതാ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മേൽ അടുപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്നോട് ഇഷ്ടം വെച്ചുകൊണ്ട് അവനതാ ഫർളുകളിൽ നിന്നും ആ ഫർളുകളൊക്കെയും മുറതെറ്റാതെ നിർവഹിക്കുകയും സുന്നത്തുകൾ അതുപോലെ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് അവനതാ എന്നിലേക്ക് വരികയും ഫൈദാ അഹബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ അവന്റെ പ്രിയപ്പെട്ടവനാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവൻ കേൾക്കുന്നത് മുഴുവനും ഞാൻ കേൾക്കുന്നത് പോലെയാ, അവൻ കാണുന്നത് മുഴുവനും ഞാൻ കാണുന്നത് പോലെയാ, അവൻ പിടിക്കുന്നത് മുഴുവനും ഞാൻ പിടിക്കുന്നത് പോലെയാ, അവൻ നടക്കുന്നത് മുഴുവനും ഞാൻ നടക്കുന്നത് പോലെയാ, അവൻ എന്നോട് എന്ത് ചോദിച്ചാലും അത് ഞാൻ നൽകും. 40 വട്ടം ജനാബത്തുണ്ടായാലേ 40 വട്ടം ഒരു രാക്കൂടി ചോർ
പതിറ്റാണ്ടോളം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ജീവിതമാണ് ഈ പറഞ്ഞു തന്നത്. 40 പ്രാവശ്യം ഒരു ദിവസം സുബഹിക്ക് ശേഷം ജനാബത്ത് സാന്ദർഭികമായി ഉണ്ടാകുമ്പോ ഒരൊറ്റ ജനാബത്തിൽ കുളിക്കുന്നു. അതാ വീണ്ടും ജനാബത്ത് ഉണ്ടാകുന്നു, കുളിക്കുന്നു, വീണ്ടും ജനാബത്ത് ഉണ്ടാകുന്നു, കുളിക്കുന്നു, ഇബാദത്ത് എടുക്കാൻ പോകുന്നു, വീണ്ടും ജനാബത്ത് ഉണ്ടാകുന്നു. ഇങ്ങനെ 40 പ്രാവശ്യവും കുളിച്ചു എന്ന് പറയുമ്പോ ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? എന്നാൽ അന്ന് ആ ഒരു സന്ദർഭം വളരെ സിമ്പിൾ ആയിരുന്നില്ല. കൈനാമതിലേക്ക് തൊട്ടാൽ എല്ലുവരെ നുരുമ്പി പോകുന്ന രൂപത്തിൽ കൊടും തണുപ്പുണ്ടായിരുന്ന ആ സമയത്താണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ 40 പ്രാവശ്യവും കുളിക്കുന്നത്. അവിടുന്ന് തന്നെ പിന്നീട് പറയുന്നുണ്ട്, 40 എന്നുള്ളതിൽ പിന്നീട് ഒരു തവണ കൂടി എനിക്ക് ജനാബത്തുണ്ടായി, ഞാൻ കുളിക്കാൻ പോയാൽ, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഉണ്ടായി പോയാൽ ഞാൻ മരണപ്പെട്ടു പോകും, അത് മാത്രം ഞാൻ മരിച്ചു പോകുമായിരുന്നു. അത്രത്തോളം ഞാൻ ക്ഷീണിച്ചു പോയി, അത്രത്തോളം എൻ്റെ ശരീരം അവശമായി പോയി. 40 പ്രാവശ്യം കുളിച്ചതിന് ശേഷം ഈ രൂപത്തിൽ ശരീരത്തോട് അല്ലാഹുവിനോട് അടുക്കാൻ വേണ്ടി ശരീരത്തെ മഹിം ചെയ്യിപ്പിച്ചവരായിരുന്നു അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. അങ്ങനെയുള്ള മഹാൻ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ അവർ ജീവിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത് കുന്തു സമഅഹു വബസറഹു, അവന്റെ കേൾവിയും അവന്റെ കാഴ്ചയും ഒക്കെ ഞാനായി മാറും. അങ്ങനെയാകുമ്പോ ഭൂമി ഓരുണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ, ഒരു ചുമട് വെച്ച് ഭൂമിയിൽ നടക്കുന്നത് പോലെ ഇളവറാമ്പുഴയിൽ നിന്ന് അവിടുന്ന് മുഹമ്മദ് വിളിച്ചാലും, ഇളവറാമ്പുഴയിൽ നിന്ന് മറ്റൊരാൾ വിളിച്ചാലും അവിടുന്ന് ജിലാനി തങ്ങൾക്ക് യഥേഷ്ടം അത് കാണാൻ കഴിയും എന്ന് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിലൂടെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു അവിടുത്തെ ജീവിതം ഇതുപോലെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു ചെയ്യും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ഹദീസിലെ ജീവിതമായിരുന്നു അതേ ജീവിതമായിരുന്നു. അതേ ജീവിതമായപ്പോ അല്ലാഹു പറഞ്ഞു, അദ്ദേഹം കേൾക്കുന്നത്, ആ അടിമ എന്ത് കേൾക്കുന്നുവോ അത് ഞാൻ കേൾക്കുന്നത് പോലെയാണ്, ആ അടിമ എന്ത് കാണുന്നുവോ അത് ഞാൻ കാണുന്നത് പോലെയാണ്, ആ അടിമ എന്തിൽ തൊടുന്നുവോ അത് ഞാൻ തൊടുന്നത് പോലെയാണ്, ആ അടിമ എന്തിലേക്ക് നടക്കുന്നുവോ അത് ഞാൻ നടക്കുന്നത് പോലെയാണ്. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ മഹത്വം ഉയർന്നു വരുന്നത്. നാം പറഞ്ഞു വന്നത് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അങ്ങനെ അതാ സംശയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഹാജി പാപ്പയുടെ അരികിലേക്ക് എത്തി. ഉമർ ഹാജി പാപ്പ അവിടുന്ന് ചോദിച്ചു, നീ ജിലാനി തങ്ങൾ വിളിച്ചാൽ വിളിയേക്കൂല എന്ന വിഷയത്തിൽ സംശയിക്കുന്നുണ്ടല്ലേ? എങ്കിൽ അതാ നീ പോയി ഇന്ന കാര്യം ചെയ്യുക. കുറച്ച് ദിക്ർ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നീ അവിടെ ഇരുന്നു കൊണ്ട് ആ പള്ളി നീ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നീ ഇബാദത്ത് എടുക്കുന്ന പള്ളിയിൽ ഇരുന്നു കൊണ്ട് നീ ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഇതിനുള്ള മറുപടി നിനക്ക് കിട്ടും. അങ്ങനെ മഹാനവറുകൾ ഈ ദിക്റുകൾ ചൊല്ലിയിരിക്കുമ്പോൾ വാതിലിൽ വന്ന് മുട്ടുന്നു. ആരോ ഒരാൾ വാതിലിൽ വന്ന് മുട്ടുന്നു. നോക്കിയപ്പോൾ കണ്ടാൽ മഹാനെന്ന് തോന്നുന്ന ഒരു നല്ല ശോഭയുള്ള നല്ല ഒരു മനുഷ്യൻ വാതിൽക്കൽ നിൽക്കുകയാണ്. വരാൻ പറഞ്ഞു. വിളിച്ചാൽ എന്തിന് എങ്ങനെ ഒന്നൊന്നും ചോദിക്കാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചൈതന്യം നിറയുകയാ. വരാൻ പറഞ്ഞു. എവിടെ? കൂടെ ഇറങ്ങി നമുക്ക് പൊന്നാനിയിലേക്ക് പോകാം. അവിടുന്ന് പറയാം, നമുക്ക് പൊന്നാനിയിലേക്ക് പോകാം. പൊന്നാനിയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് ജിദ്ദയിലേക്ക് പോകാം. ഇങ്ങനെ പൊന്നാനിയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ മനുഷ്യന്റെ നടത്തം ഭൂമിയിൽ തട്ടിയുള്ള നടത്തമല്ല എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ പറയും. ഈ മുഹമ്മദ് മുസ്ലിയാരുടെ ഈ അനുഭവത്തിൽ ഉമർ ഹാജിയുടെ സ്മരണയിൽ എഴുതി വെക്കുന്നത് കാണാം. ഔലിയാക്കൾ അങ്ങനെ ഉണ്ടായിരുന്നു, മബറു പാപ്പയൊക്കെ അങ്ങനെ നടന്നതായ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ് ജിദ്ദയിലേക്ക്. ഇങ്ങനെ കുറെ അങ്ങ് ശ്രദ്ധ കഴിഞ്ഞപ്പോ ജിദ്ദയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയ മനുഷ്യനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല.
കടലിന്റെ മുകളിലൂടെയാണ് നടന്നു പോകുന്നത്. പെട്ടെന്ന് കടലിലേക്ക് താഴാൻ നേരം അവിടുന്ന് ഈ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ പെട്ടെന്നൊരു വിളി, യാ മുഹീദ്ദീൻ, യാ മുഹീദ്ദീൻ. അവിടുന്ന് അയാൾ വിളിച്ചത് യാ അല്ലാഹ് എന്നല്ല, യാ മുഹീദ്ദീൻ എന്ന് വിളിച്ചപ്പോ ഈ മനുഷ്യനതാ അവിടുന്ന് വരുന്നു, കരങ്ങൾ കൊടുക്കുന്നു, ഇദ്ദേഹത്തെ തിരിച്ച് കരയിലേക്ക് എത്തിക്കുന്നു. അവിടുന്ന് സംശയം മാറി. നിലത്തിനും എന്നെ എഴുതിപ്പോക്ക് വായിക്കൂടാതെ തീരം നൽകും ഞാനെന്നോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞു വന്നത് നമ്മളെ സംശയിപ്പിക്കുന്നവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അതിൽ സംശയാലുക്കളായി നിൽക്കേണ്ടതില്ല. അവിടുന്ന് എവിടുന്ന് എപ്പോൾ വിളിച്ചാലും വിളികൾക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയിൽ നടക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിലുള്ള അനുസ്മരണ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും, എല്ലാ മഹല്ലങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ അയൽവാസികളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഒക്കെ ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുപ്പിച്ച്